റെഡി ആയി പറയൂട്ടോ. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, നിങ്ങൾ എഴുതിയത് ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എഴുതാൻ റെഡിയായെങ്കിൽ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ലൈറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ, when light undergoes refraction at the surface of separation of two media, what happened to its frequency and wavelength? What happens to its frequency and wavelength? ചോദ്യം എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ലൈറ്റ് റിഫ്രാക്ഷൻ നടത്തുമ്പോൾ അതിന്റെ ഫ്രീക്വൻസിക്കോ അല്ലെങ്കിൽ അതിന്റെ വേവ് ലെങ്തിനോ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? ആർക്കൊക്കെ ഉത്തരം അറിയോ? ഫ്രീക്വൻസിക്കോ വേവ് ലെങ്തിനോ വ്യത്യാസം ഉണ്ടാവോ? ഗസ് എങ്കിലും പറ. വേവ് ലെങ്തിന് വ്യത്യാസം ഉണ്ടാവോ അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസം ഉണ്ടാവോ? റിഫ്രാക്ഷൻ നടത്തുമ്പോൾ എന്താണ് നടക്കുന്നത്? When light undergoes refraction at the surface of separation of two media, what happened to its frequency and wavelength? What happens to its frequency and wavelength? അതിൽ നമ്മൾ റിഫ്രാക്ഷൻ നടത്തുമ്പോൾ അതിന്റെ സ്പീഡിന് വ്യത്യാസം വരില്ലേ? കാരണം രണ്ട് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. റയറർ ടു മീഡിയം അല്ലെങ്കിൽ റയറർ ടു ഡെൻസർ അല്ലെങ്കിൽ ഡെൻസർ ടു റയറർ അല്ലേ റിഫ്രാക്ഷൻ നടക്കുക. വേവ് ലെങ്ത്തിൽ ചേഞ്ച് വരും, ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരില്ല. അതാണ് ഉത്തരം വരിക കേട്ടോ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഫ്രീക്വൻസി ബട്ട് വേവ് ലെങ്ത് ചേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഡിഫൈൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ, അത് റിഫ്രാക്ഷൻ അല്ല വരിക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് ചോദിച്ചു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് the measure of bending of light ray when passing from medium to another. അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഗിവൺ മീഡിയം. ഒരു ഗിവൺ മീഡിയത്തിൽ കൂടെ വി വെലോസിറ്റിയിലാണ് ആ ലൈറ്റ് പോണത്. പിന്നെ വാക്വത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം കോൺസ്റ്റന്റ് ആണ് 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ഒരു റേഷ്യോ ആണ്. എന്ത് തമ്മിൽ? ഈ കോൺസ്റ്റന്റ് ടേം ആയിട്ടുള്ള സിയും പിന്നെ എല്ലാ മീഡിയത്തിലും പല പല വെലോസിറ്റിയിൽ അല്ലേ ലൈറ്റ് ട്രാവൽ ചെയ്യുക, ആ ഒരു സ്പീഡും തമ്മിലുള്ള V/C അല്ലെങ്കിൽ C/V, ആ ഒരു ഇക്വേഷൻ, ആ റേഷ്യോ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എഴുതി വെച്ചോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം is defined as the ratio of the speed of light in vacuum to the speed of light in the given medium. The refractive index of a medium is defined as the ratio of light. Refractive index of a medium is defined as the ratio of light. Ratio of the speed of light. Speed of light in vacuum to the speed of light in given medium. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. Name the phenomenon responsible for the reddish appearance of sun at sunrise and sunset. സൺറൈസിലും സൺസെറ്റിലും ഈ റെഡിഷ് ആയിട്ടുള്ള സൂര്യൻ ഉണ്ടാവാനുള്ള കാരണമായ ഫിനോമിനൻ ഏതാണ്? അതങ്ങനെ ചോന്ന് കാണാൻ എന്താണ് കാരണം? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആട്ടോ. പിന്നെ സ്കാറ്ററിങ്ങും പറയാം. റിഫ്രാക്ഷൻ നടത്തുന്ന കാരണമാണ് ആ ഹോറിസോണിൽ, നമുക്ക് ശരിക്ക് നേരെയുള്ള ഹോറിസോണില, കുറച്ച് അടിക്കുള്ള ഹോറിസോണിൽ നിന്നിട്ടും
ആ പിക്ചർ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും റെഡിഷ് അപ്പിയറൻസ് എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് പറയാം. പക്ഷെ നമുക്ക് ആ പൊസിഷൻ കാണാൻ ഉള്ള കാരണം റിഫ്രാക്ഷൻ ആണ്. നമ്മളെ സ്റ്റാറിന്റെ പൊസിഷനെ കുറിച്ചിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സ്റ്റാർ ഉള്ള സ്ഥലത്തായിരിക്കില്ല നമ്മൾ കാണുക, അല്ലെങ്കിൽ ട്വിങ്കിൾ ചെയ്യണ കാര്യമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിച്ചു നോക്കും, ആ സമയത്ത് എങ്ങാനും അറിയില്ല പറഞ്ഞില്ല എന്നെങ്ങാനും പറഞ്ഞാലാണ്. ചെറിയ ചെറിയ ഓരോ ഒറ്റവാക്ക് ചോദ്യങ്ങളല്ലേ പറഞ്ഞത്, ശ്രദ്ധിച്ചാ പോരെ? എന്നാ അടുത്ത ചോദ്യം. വൈ കാൺ വി സീ ക്ലിയർലി ത്രൂ ഫോഗ്? ഈ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്? ആ ഒരു ഫിനോമിന കാരണമാണ് കാണാൻ പറ്റാത്തത്. എന്താണ് ആ ഫിനോമിന? നമുക്കൊരു ലൈറ്റ് കാണണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ആ പ്രദേശത്ത് നിന്ന് ആ ലൈറ്റ് കറക്റ്റ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കണം. അത് കണ്ണിൽ വന്ന് പതിക്കാണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ആകെ ഒരു റിഫ്രാക്ഷൻ, സ്കാറ്ററിങ് തന്നെയാണ്. കാരണം ആ വരുന്ന സമയങ്ങളിൽ എവിടെങ്കിലും തട്ടി ശരിക്കും കണ്ണി വന്ന് പതിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ ഫോഗിലാവുമ്പോൾ കുറെ ചെറിയ പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ, ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും, മോയ്സ്ചർ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യാം, അതിന് അവിടുന്ന് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കണ്ണിക്ക് വരില്ല. അത് കാരണമാണ് നമുക്ക് ആ സമയത്ത് കാഴ്ച കാണാൻ പറ്റാത്തത്. കണക്ക് തന്നപ്പോ ചെയ്യാൻ പറ്റുമോ? നമുക്ക് അറിയണ കുറച്ച് കണക്കുകൾ, വാല്യൂസ് തന്നെയായിരിക്കും. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല നോക്കി വരുമ്പോ. ചെയ്യാൻ പറ്റുമോ? എന്തായാലും എഴുതൂ, നോക്കൂ, എന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അത് വിട്ടുപോകാം, അല്ലെങ്കിൽ ആ ആൻസർ ഞാൻ ഗ്രൂപ്പിലിടാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. The focal length of biconvex lens is equal to the radius of curvature of their face, of either face. What is the refractive index of the material of the lens? ചോദിച്ചോടുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. തന്നു കൊടുക്കുന്നത് എന്താ? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അതിലത്തെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ്. ഈക്വൽ. ബൈകോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡും കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ കണ്ണിന്റെ ഷേപ്പുള്ള ലെൻസിനില്ലേ, അതിനാണ് ബൈകോൺവെക്സ് ലെൻസ് എന്ന് പറയാം. ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോമുലയാണ് യൂസ് ചെയ്യുക. 1/f = n-1 × 1/r1 - 1/r2. ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ, ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ചെയ്യാൻ നോക്കുന്നുണ്ടോ അതോ വെറുതെ ഇരിക്കണോ? എന്താണ് അവസ്ഥ? എന്തേലും പറയൂ. എന്തായാലും പറഞ്ഞു കൊടുക്കുന്നത് ഫോക്കൽ ലെങ്ത് എന്നുള്ളത് ആ ലെൻസ് ബൈകോൺവെക്സ് ലെൻസിന്റെ റേഡിയസിന്റെ സെയിം ആണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇക്വേഷൻ എന്താ? 1/f = n-1 × 1/r1 - 1/r2. അങ്ങനെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലെൻസ് മേക്കേഴ്സ് ഫോർമുല. പടം എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുക? ഒരു ബൈകോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിൽ ഒരു സൈഡിൽ ഇമേജ് ഉണ്ടായിരിക്കും, ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഒരു സൈഡിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഓപ്പോസിറ്റ് സൈഡിലാണ് ഇമേജ് വരിക. അപ്പൊ അതിന്റെ ഒരു സൈഡിലെ റേഡിയസ് ഓഫ് കർവേച്ചർ പോസിറ്റീവ് ആയിരിക്കും, മറ്റേ സൈഡിലെ റേഡിയസ് ഓഫ് കർവേച്ചർ നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു തരാം, ഒന്ന് നോക്കി നോക്കാം. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ടോ, നോക്കി നോക്കിയ. നോക്കിയോ? ഓക്കെ. മനസ്സിലായോ? അതിലെന്താ പറഞ്ഞു കൊടുക്കുന്നത്? R1 എന്നുള്ളത് 6 ആയിട്ട് നമ്മൾ എടുക്കുക. ഗിവൺ R1 = 6, നമ്മുടെ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ. പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു എഫ് ഫോക്കൽ ലെങ്ത് ആണ് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിന് ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് സൈഡിലെ റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആയിരിക്കും, അത് ഫോക്കൽ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് R1 = 6 വന്നത്. therefore we have f = r, R2 = -r ആവാൻ കാരണം എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വൈസ് നോക്കുമ്പോൾ നെഗറ്റീവ് സൈഡിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അത് മെഷർ ചെയ്യുക, അല്ലേ? അപ്പൊ അത് വെച്ച് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/r = എഫിന് പകരം 1/fല് എഫിന് പകരം r കൊടുത്തു. 1/r = n1 - n2 1/r + 1/r. അതിൽ R2 നെഗറ്റീവ് ആയ കാരണമാണ് അവിടുത്തെ മൈനസ് മാറി പ്ലസ് ആയത് കേട്ടോ.
1/r പ്ലസ് 1/r. അതിന് കോമൺ ആയിട്ടുള്ളതൊക്കെ 6 സെയിം ആണ്. അപ്പൊ മേലെ 2/r വരും. അങ്ങനെ അറിയില്ലേ, 1/r പ്ലസ് 1/r 2/r വരും. എന്നിട്ട് അത് കൂട്ടി എഴുതി. അതാണ് 2 × n-1/r വന്നത്. ഇനി രണ്ട് സൈഡിലും അടിയിൽ 6 ഉണ്ട്. 6 വെട്ടിപ്പോയി. അപ്പൊ എന്തോന്നു, 2 × n-1 = 1. അത് സോൾവ് ചെയ്ത് വരുമ്പോ നമുക്ക് n-ന്റെ ഇക്വേഷൻ n നമുക്ക് കിട്ടും. n = 3/2 = 1.5. നമ്മുടെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n 1.5 ആണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ബൈകോൺവെക്സ് ലെൻസിന് 2 റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടായിരിക്കും ഇല്ലേ? ഒരെണ്ണം പോസിറ്റീവ് ഡയറക്ഷനിലേക്കും ഒരെണ്ണം നെഗറ്റീവ് ഡയറക്ഷനിലേക്കും അല്ലേ? ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും സെയിം ആണ്. ആ ബൈകോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്നുള്ളത് അതിന്റെ രണ്ടെണ്ണത്തിന്റെ റേഡിയസിന് സെയിം ആണ്. അതായത് R1 = R2 = F ആണ്. പക്ഷെ ഇതിൽ ഡയറക്ഷൻ വൈസ് R2 നെഗറ്റീവ് ആയിരിക്കും. അത് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ R1 എന്നുള്ളത് R ആക്കി കൊടുത്തു. R തന്നെയാണ് R2 വരുന്നത്, F വരുന്നത്. എന്നിട്ട് നമ്മൾ ആ നെഗറ്റീവ് ടേം നെഗറ്റീവ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/f = n-1 × 1/r1 - 1/r2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ എഫിന് പകരം R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം R ആണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. പിന്നെ R1 R ആണ്. 1/r1 - 1/r2 ഉണ്ടായില്ലേ? അതില് 1/r1 പകരം R ആണ് കൊടുത്തു കൊടുക്കുന്നത്. R2 - R ആണ്. നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് അല്ലേ നമ്മൾ മെഷർ ചെയ്യാ. അപ്പൊ അത് കാരണം രണ്ട് മൈനസ് കൂടിയിട്ട് അവിടത്തെ പ്ലസ് ആയി. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോ ആലോചിച്ചാൽ മതി. ആലോചിക്കുമ്പോ തന്നെ നമുക്ക് കുറച്ചൊക്കെ കിട്ടും. എന്താണ് തന്നു കൊടുക്കുന്നത് നോക്കാം. നമുക്ക് അറിയണ എന്തെങ്കിലുമൊക്കെ ടേമുകൾ ആയി തന്നിട്ടുണ്ടോ അതൊക്കെ ആദ്യം തന്നെ എഴുതി വെക്കുക. എന്നിട്ട് ഇതൊക്കെ കണക്ട് ചെയ്യണ എന്തെങ്കിലും ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ആ ഇക്വേഷൻ എഴുതുക, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഈ ഇക്വേഷനൊക്കെ കാണുമ്പോൾ അവർക്കൊരു തോന്നും ഇവര് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരു അരമാർക്കോ കാമാർക്കോ കിട്ടുന്ന നല്ലതല്ലേ. എക്സ്പ്ലെയിൻ വൈ ദ കളർ ഓഫ് സ്കൈ ഈസ് ബ്ലൂ. എന്തുകൊണ്ടാണ് സ്കൈയുടെ കളറ് ബ്ലൂ ആയിരിക്കുന്നത്? നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് സ്കൈയുടെ കളറ് ബ്ലൂ ആയിരിക്കുന്നത്? ബ്ലൂ കളർ മറ്റേ കളേഴ്സിനേക്കാളും കൂടുതൽ സ്കാറ്റേർഡ് ആണ്. അതന്നെ, സ്കാറ്ററിങ് നല്ലവണ്ണം വരും. അത് കാരണമാണ് ബ്ലൂ കളർ ആവുന്നത്. ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. സംഭവം പറഞ്ഞ സംഭവം തന്നെ, എന്നാലും ഇത്തിരി കൂടുതലായിട്ട് എഴുതേണ്ടി വന്നാൽ എന്തൊക്കെ എഴുതണം എന്നൊക്കെ ആ ക്വസ്റ്റ്യനിലുണ്ട്. അതിന്റെ തൊട്ട് താഴെ തന്നെ അടിയിൽ വൈ ദ സൺ ലുക്ക് റെഡിഷ് ഡ്യൂറിങ് ദ സൺസെറ്റ് ആൻഡ് സൺറൈസ് എന്നുള്ള ആ ചോദ്യത്തിനുള്ള ആൻസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് ചാപ്റ്റർ 2 ആണോ ചെയ്തത് ചാപ്റ്റർ 1 ആണോ ചെയ്തത്? നമുക്ക് ചാപ്റ്റർ 2 2-3 ചോദ്യം കൂടി നോക്കാം. അടുത്ത ദിവസം ആകുമ്പോഴേക്കും അപ്പോ ഈ പരമാവധി 1-ാമത്തെ 2-ാമത്തെ ചാപ്റ്റർ പഠിക്കണം. ഞാൻ നാളെ വന്നെങ്കിൽ 3-ാമത്തെ ചാപ്റ്റർ നോക്കുള്ളൂ. ഇനി 1-ഉം 2-ഉം ചാപ്റ്റർ ഞാൻ നോക്കില്ല കേട്ടോ. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കണം. ഓക്കെ, എന്നാ അടുത്ത ചോദ്യം ചാപ്റ്റർ 2 വരുന്നത് വാട്ട് ഫാക്ടേഴ്സ് ദ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലെ കപ്പാസിറ്റൻസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കപ്പാസിറ്റൻസിനെ എഫക്ട് ചെയ്യുന്നത്? ഊഹിച്ചെന്തായാലും പറയും. ഉത്തരം തെറ്റാഞ്ച് തെറ്റായിക്കോട്ടെ. നമ്മള് ഔട്ട് ഓഫ് സിലബസ് ഒന്നും അല്ല ചോദിച്ചത്. പക്ഷെ ഔട്ട് ഓഫ് സിലബസ് ചോദ്യം തന്നാലും നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കില്ലേ? ഏരിയ ഓഫ് പ്ലേറ്റ് ആണോ? ഏരിയ ഓഫ് പ്ലേറ്റ്സ്. പിന്നെ ഡിസ്റ്റൻസ്, ആ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിന്റെ ഇടയിൽ ചില സമയത്ത് എന്തെങ്കിലും മീഡിയം വെക്കുമല്ലോ, അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, നേച്ചർ ഓഫ് ഡൈഇലക്ട്രിക് മീഡിയം. ഇപ്പൊ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് മനസ്സിലായി? ഒന്ന് എഴുതി വെച്ചോ. നേരിട്ട് ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് 1 വേർഡ് ചോദ്യങ്ങൾ വന്നാലൊന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തന്നെ എഴുതി വെച്ചോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ: ഏരിയ ഓഫ് പ്ലേറ്റ്സ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, നേച്ചർ ഓഫ് ഡൈഇലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്. അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു,
വാട്ട് ഈസ് ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കുന്നു? നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ഇതിൽ നിന്ന് മനസ്സിലായത്. അത് കോൺസെൻട്രിക് സർക്കിൾ ആയിരിക്കും. എന്റെ പടം ഞാൻ അയച്ചുതരാം ഗ്രൂപ്പിൽ നോക്കണം. കോൺസെൻട്രിക് സർക്കിൾ എന്ന് വെച്ചാൽ അറിയില്ലേ, ഒരു സർക്കിളിന്റെ അതിന്റെ എല്ലാത്തിന്റെയും സെന്റർ സെയിം ആയിരിക്കും. അങ്ങനത്തെയാണ് കോൺസെൻട്രിക് സർക്കിൾ. ഞാൻ പടം അയച്ചിട്ടുണ്ട്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ഐസൊലേറ്റഡ് ചാർജ് കേട്ടാ. ഇതന്ന് ഞാൻ തന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളായിരുന്നു. അടുത്ത ചോദ്യം, why does a given capacitor store more charge at a given potential difference when a dielectric is filled between the plate? ഒരു ഡൈഇലക്ട്രിക് മീഡിയം അതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ കൂടുതൽ ചാർജ് അത് സ്റ്റോർ ചെയ്യും. എന്തുകൊണ്ട്? കാരണം എന്താ, അതിന്റെ ഇക്വേഷനിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടിയ അതിന്റെ ഇക്വേഷൻ വരുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ക്വാണ്ടിറ്റി കൂടും. അതായത് ഡൈഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്ത കപ്പാസിറ്റൻസ് കൂടും. ആ ഇക്വേഷൻ വെച്ചിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് കാണിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ഒരു പ്രൂഫ് ഇല്ലേ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, does the charge given to a metallic sphere depend on whether it is hollow or solid? ചാർജ് ഒരു മെറ്റാലിക് സ്പിയറിന് കൊടുത്തു. അത് ഇങ്ങനത്തെ മെറ്റാലിക് സ്പിയർ ആണ്. ഒരെണ്ണം ഹോളോ ആണ്, ഒരെണ്ണം സോളിഡ് ആണ്. അപ്പൊ അത് തമ്മിലുള്ള രണ്ടും, ഹോളോ സ്പിയർ ഉണ്ട്, സോളിഡ് സ്പിയർ ഉണ്ട്, ഏതിനാണ് കൂടുതൽ ചാർജ് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കൊടുക്കുന്നത്. അതിലപ്പോ എന്താ, രണ്ടും സെയിം ചാർജ് തന്നെയായിരിക്കും. ഹോളോ ആണെങ്കിലും സോളിഡ് ആണെങ്കിലും ഈക്വൽ എമൗണ്ട് ചാർജ് തന്നെയാണ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഒന്നുമില്ല, സോളിഡ് സ്പിയർ ആണെങ്കിലും ഹോളോ സ്പിയർ ആണെങ്കിലും സെയിം ചാർജ് തന്നെയായിരിക്കുന്നു. സെയിം ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. Is the electric potential necessarily zero at a place where the electric field is zero? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കുമോ എന്നാണ് ചോദ്യം. സീറോ ആയിരിക്കില്ല. ഒരു ഹോളോ മെറ്റാലിക് കണ്ടക്ടർ, അതായത് നമ്മളിപ്പോ സ്പിയർ തന്നെയാണെന്ന് വിചാരിക്കുക, സ്പിയറിന്റെ ഉള്ളു ഹോളോ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കില്ല, പക്ഷെ അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഹോളോ സ്പിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഗോസസ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അതില് ഉള്ളിലില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കാറിന്റെ ഇടിവെട്ടുമ്പോ കാറിന്റെ ഉള്ളിലിരിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലത് എന്നൊക്കെ. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇല്ല, പക്ഷെ അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. അതെന്താ, ആ ഹോളോ സ്പിയർക്ക് അതിന്റെ ഒരു ചാർജ് കൊണ്ടുവരണം, ആ റേഡിയസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വർക്ക് എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. If the plates of a charged capacitor are suddenly connected to each other by a wire, അതായത് നമ്മൾ പടം വരയ്ക്കുമ്പോൾ കണ്ടിട്ടില്ലേ, രണ്ട് വര വരയ്ക്കും, ഇങ്ങനെ പാരലൽ വര വരയ്ക്കും, ഗ്യാപ്പ് ഇട്ടിട്ട്, അങ്ങനെയല്ല കപ്പാസിറ്റേഴ്സ് കാണിക്കുന്നത്. ആ രണ്ട് പ്ലേറ്റുകൾ പെട്ടെന്ന് നമ്മൾ കണക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സുകൾ പരസ്പരം കണക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? എന്താണ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ എന്ന് വെച്ചാൽ എന്താ? രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉണ്ടെങ്കിൽ മാത്രമാണ് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കറണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ ഒരു കണ്ടക്ടർ വെച്ചിട്ട് അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? കറണ്ട്, അതിലത്തെ സ്റ്റോർ ചെയ്തെടുക്കുന്ന കറണ്ട് ഡിസ്ചാർജ് ചെയ്തു പോവും. അത്രേ ഉള്ളൂ കേട്ടോ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വർക്ക് ഡൺ എത്രയാ? ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് ഡൺ ഓക്കെ 0. ഒക്കെ അന്ന് ക്ലാസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, ഒക്കെ ഒന്നുകൂടി പഠിച്ചു നോക്കൂ കേട്ടോ. വെറുതെ ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയാ വെറുതെ. 2 പോയിന്റ് ചാർജ് ഒരെണ്ണം 2 മ്യൂക്കുളമ്പും ഒരെണ്ണം -2 മ്യൂക്കുളമ്പും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ എങ്ങനെയാ? ആ ഗ്രൂപ്പിൽ തുടർന്ന പോലെ വരയ്ക്കണം കേട്ടോ. അങ്ങനെ ചോദ്യം വന്നാ കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കണം. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എത്രയാ? അതിന്റെ ഇക്വേഷൻ എന്താ? എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എത്രയാ? E = Q²/2C. ഇക്വേഷൻ അറ്റ്ലീസ്റ്റ് ഈ അടുത്തല്ല ഞാൻ എടുത്തന്നത്. അത് കൂടാതെ 2-3 ഇക്വേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഇക്വേഷൻസും? ഏതെങ്കിലും ഒരു ഇക്വേഷനിലും പറയൂ.
ഈക്വൽ ടു ക്യു സി അത് പൊട്ടൻഷ്യൽ അല്ലേ? ഇത് ഞാൻ ചോദിച്ചത് എനർജി സ്റ്റോർ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. ആ ഇക്വേഷനിൽ എന്നിട്ട് നിങ്ങളുടെ ഇത് കൂടാണ്ട് 2 ഇക്വേഷൻ കൂടി ഹാഫ് സി വി സ്ക്വയർ എന്നും പിന്നെ ഒരു ഇക്വേഷൻ കൂടി ഓർമ്മയുണ്ടോ അതൊക്കെ? നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ലേ ഒന്നാമത്തെ രണ്ടാമത്തെ പാഠം? ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കണ്ടല്ലോ നിങ്ങള്. ക്യൂ സി അല്ലേ? സി വി സ്ക്വയർ ബൈ ക്യൂ അങ്ങനെ ഇക്വേഷൻ ഉണ്ട്? അങ്ങനെ ഇക്വേഷൻ ഇല്ലല്ലോ. ഹാഫ് സി വി സ്ക്വയർ ഉണ്ട്, പിന്നെ ക്യൂ സ്ക്വയർ ബൈ 2c എന്നുണ്ട്. അങ്ങനത്തെ ഇക്വേഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ ഒന്നാമത്തെ രണ്ടാമത്തെ പാഠം നല്ല രീതിയിൽ പഠിക്കാം. ഇതൊരു നമ്മളൊരു ആദ്യത്തെ 4 ചാപ്റ്റർ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വരെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വലിയൊരു പരീക്ഷ എഴുതി വെക്കാം ഈ പാഠത്തിന് മൊത്തം വെച്ചിട്ട്. ഇനി ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ എടുക്കണില്ല എന്നാണ് പറയുന്നത്. നാളെ 3ാമത്തെ ചാപ്റ്റർ എടുക്കാം. 3ാമത്തെ ചാപ്റ്റർ പറ്റാവുന്നവര് വായിച്ചൊന്ന് വരിക. അന്ന് ക്ലാസ്സിലെടുത്ത ഭാഗം നമ്മൾ തിയറി പോർഷൻസ് കുറച്ച് പറഞ്ഞു, അതിന്റെ പ്രൂഫുകളാണ് നോക്കേണ്ടത്. മറ്റേ പുസ്തകം കൊണ്ടുവരണം കേട്ടോ.